Hi friends, I'm Itekin. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് അടക്കമരത്തിനെ മുറിച്ചിട്ടുണ്ടാക്കിയ ചില സാധനങ്ങളാണ്. ഒന്ന് ഈ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ ഇളക്കുന്ന സാധനമാണ്. പിന്നെ ഒരു കത്തി പോലത്തെ സാധനം നല്ല മുറിച്ചൊക്കെ ഉണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണൊക്കെ. പിന്നെ രണ്ടുണ്ട്, ഇതും ബിരിയാണി കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാനെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് വിറപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ ഇടുക. എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതൊന്ന് ഞാൻ ഒതുക്കി വെച്ചിട്ട് ഒരു ചെറിയ പീസ് ഉണ്ട്, ഇതെടുക്കുന്നത്. ഇതിലിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതൊന്ന് ഫുള്ള് ചിരണ്ടി എടുക്കണം, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം ആദ്യം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലേക്ക് പോകാം. ഒരു കത്തി എടുത്തിട്ടുണ്ട്, ചെറിയ കത്തി കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ക്ലീൻ ചെയ്യാം. നല്ല പാടാണ് കേട്ടോ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഏകദേശമൊക്കെ ചടഞ്ഞ് കഴിഞ്ഞു. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം ഇത്ര ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് എത്ര സ്പേസ് വേണം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഈ ഭാഗവും ഇത്ര ഒന്ന് കട്ട് ചെയ്യാം. ഒരു മാർക്ക് ചെയ്തിട്ട് എത്ര ആവശ്യമുള്ള അത്ര ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് പുറം ഭാഗം ഒന്ന് നന്നായിട്ട് ചെത്തിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് എത്ര കട്ടി വേണം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്ര കട്ടിക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോണ്. നല്ല കട്ടിയുണ്ട്, എന്നാലും അമ്മ കൊണ്ടാണ് അടിക്കണേ. അത്ര കട്ടിയുണ്ട്. എല്ലാവർക്കും നോക്കാം. വീട്ടിൽ അടക്കമരമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് ശ്രമിച്ച് നോക്കാം. ഫ്രണ്ട്സ്, അതൊന്നും കട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് കറക്റ്റ് ചുരണ്ടി റെഡിയാക്കി എടുക്കാം. പിന്നെ പണി കുറച്ചേ ഉള്ളൂ. ഒന്ന് ഞാൻ ചുരണ്ടി റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ഒരു പെന്നിൽ വരയിട്ടിട്ടുണ്ട്. വരേൻ്റെ ഞാനൊരു ഡിസൈൻ ചെയ്താണ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടമുള്ള ആ ഡിസൈനിലൊന്ന് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഡിസൈനിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ശരി ഡിസൈനാണ്. അപ്പോൾ കത്തി കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ കട്ടർ ഒന്നുമില്ല. കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത സൈഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാം ചെയ്യാൻ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ചെയ്തതിപ്പോൾ എങ്ങനെ ആയിട്ടുണ്ട് ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. എന്തുണ്ടെങ്കിലും പറയാം. പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാം കമൻറ്റിൽ പറയാം. ഓക്കെ, ഈ സൈഡൊന്ന് ചെയ്ത് കാണിച്ചു തരാം.
ഫ്രണ്ട്സ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഒന്ന് ചെയ്യാം. രണ്ട് ഭാഗം റൗണ്ട് ഷേപ്പും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒന്ന് പോളിഷ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇതിനെ. അപ്പുറൻസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് കട്ടാക്കിയിട്ട് ഷേപ്പ് ചെയ്യാം. ഷേപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് പോളിഷൊക്കെ ഇടാണ്ട്. അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഏകദേശം ഒന്ന് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഫുള്ളൊന്ന് പോളിഷ് ചെയ്താൽ മതി, നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ചുരണ്ടിയിട്ട് ഒന്ന് കറക്റ്റാക്കി എടുത്തതാണ്. ഇപ്പോൾ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് പോളിഷ് ചെയ്യാം. ആ ഫ്രണ്ട്സ് ഏകദേശം ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നല്ല ഇപ്പോൾ ഒന്നുമില്ല, നല്ല ക്ലീനാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതാണിപ്പോൾ ചെയ്ത സാധനം. എനിക്ക് നല്ലവണ്ണം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ അടിയിലുള്ളതൊക്കെ മുമ്പ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയവരൊക്കെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക നമുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.